നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ്റോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ശരി, നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ടിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു സ്റ്റഡി സ്മാർട്ടർ നോട്ട് ഹാർഡർ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം നസീബ ആൻഡ് ദിസ് വീഡിയോ we are going to discuss about the most requested topic, how to prepare for exam effectively. So let's get started. Step number 1, create a study plan. നിങ്ങൾ എവിടെ ഒരു എക്സാം പ്രിപ്പറേഷനെ കുറിച്ച് സെർച്ച് ചെയ്താലും ആദ്യം കാണാൻ പോകുന്നൊരു കാര്യം ഈ പറയുന്ന സ്റ്റഡി പ്ലാനിനെ കുറിച്ച് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ മൊത്തം സിലബസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്പെസിഫിക് ടോപ്പിക് അസൈൻ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ അവസാന നിമിഷം എൻ്റെത് പഠിച്ചു തീരുമോ അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റുമോ, ഞാൻ പാസ്സാവോ, ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കി നമ്മുടെ കയ്യിലുള്ള സമയത്തിനുള്ളിൽ എല്ലാം നമ്മളെ കൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 2, പ്രാക്ടീസ് ആക്റ്റീവ് ലേണിംഗ്. എക്സാം പ്രിപ്പറേഷനകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഒരു പാസീവ് ലേണിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്താണോ അത് ജസ്റ്റ് അങ്ങ് വായിച്ചു പോവുക. ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഇനഫ്. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ, എക്സാമിന് അത് ബെറ്ററായ രീതിയിൽ എഴുതാൻ സാധിക്കണമെങ്കിൽ വി നീഡ് ടു പ്രാക്ടീസ് ആക്റ്റീവ് ലേണിംഗ്. നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കിനെ നമ്മളുടെ ഓൺ വേർഡ്സിൽ തന്നെ അത് സമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ യൂസിങ് ഫ്ലാഷ് കാർഡ്സ്, ഇതൊക്കെ ആക്റ്റീവ് ലേണിംഗിൽ വരുന്നതാണ്. ആൻഡ് ആക്റ്റീവ് ലേണിംഗ് ഹെൽപ്പ് യു എൻഗേജ് വിത്ത് ദ മെറ്റീരിയൽ ആൻഡ് റിമെമ്പർ ഇറ്റ് ബെറ്റർ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടെക്നിക്കാണ് ഫെയ്ൻമെൻറ്റ് ടെക്നിക്. ഞാൻ പല വീഡിയോയിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോവുകയാണെങ്കിൽ ഗോ ബാക്ക് ആൻഡ് റിവ്യൂ അണ്ടിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി. നമ്പർ 3, യൂസ് വിഷ്വൽ എയ്ഡ്സ്. എക്സാമിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഞാൻ പഠിച്ചതായിരുന്നു പക്ഷേ മറന്നുപോയി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് യൂസ് വിഷ്വൽ എയ്ഡ്സ്. അതായത് നമുക്ക് പഠിക്കാനുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റീകോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ പഠിച്ചിരിക്കുന്ന കാര്യത്തെ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ മൈൻഡ് മാപ്പ്, ചാർട്ട്സ് ഇത്തരത്തിൽ ഒരു വിഷ്വൽ ഫോർമാറ്റിലോട്ട് മാറ്റുക. എസ്പെഷ്യലി സയൻസ് ആൻഡ് ഹിസ്റ്ററി സബ്ജക്റ്റുകളിൽ ഇത് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നതായിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 4, പ്രാക്ടീസ് പാസ് പേപ്പേഴ്സ്. നമ്മൾ എഴുതാൻ പോകുന്ന ആ ഒരു എക്സാമിൻ്റെ പ്രീവിയസ് പേപ്പേഴ്സ് എല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, ഓരോ ഭാഗത്തു നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ആൻഡ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ആക്ച്വൽ എക്സാം നടക്കുന്ന സമയത്ത് നമ്മുടെ ടൈമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കൂടി അത് ഹെൽപ്പ് ചെയ്യും. നമ്പർ 5, സ്റ്റേ ഹെൽത്തി. നമ്മുടെ ബ്രെയിൻ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫ്യൂവൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്താലാണ് നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പലരും എക്സാം ടൈമിൽ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ സമയം കണ്ടെത്താതെ ഫുൾ ടൈം പഠിക്കാനായിട്ട് ശ്രമിക്കും. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ആവശ്യത്തിന് ഉറങ്ങാതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമ്മൾ നല്ല രീതിയിൽ പ്രയാസപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം വീക്കായിരിക്കും. സോ ഒരു കാര്യം പഠിച്ചെടുക്കാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു എക്സസൈസ്. നമ്മളൊരു ക്വിക്ക് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം നടക്കാനായിട്ട് പോവുക. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ഹെൽത്തി. സോ എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ ഷെയർ യുവർ ഓൺ exam preparation tips in comment below. I love reading them. So thank you for watching and I will see you in the next video. Bye bye.